ഈ ജനതാ പാർട്ടി എന്നുള്ള ഒരു പാർട്ടി രൂപീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നതിൻ്റെ കാര്യം പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇവർ ഈ തൃക്കരിപ്പൂരിൽ ഈ രാഷ്ട്രീയം എന്തല്ല നമ്മുടെ കുട്ടികളാണെങ്കിലും അതൊക്കെ നമുക്ക് അറിയാൻ വഴിയുണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട പണി വായിക്കൽ തന്നെയായിരുന്നു പറയാം. എനിക്ക് പരീക്ഷയ്ക്കൊന്നും കാര്യമായിട്ട് മാർക്ക് കിട്ടിയിട്ടേ ഇല്ല. കാരണം പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കുന്നതിനേക്കാളും മറ്റു കാര്യങ്ങൾ വായിച്ചുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. വലിയ ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടിയിട്ടേ ഇല്ല. കാരണം ഈ ഒരാളുടെ വായനയെക്കുറിച്ച് പുസ്തകം എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇറ്റ് ഈസ് ലൈക്ക് ആസ്കിങ് ദ കളർ ഓഫ് ദ അണ്ടർവെയർ എന്നാണ് പറയുക. ഒരാളുടെ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ, പക്ഷേ അതിൻ്റെ എന്താ അതിൻ്റെ കളർ നമുക്ക് അറിഞ്ഞോ, അത് ചോദിക്കാനും പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അറിയോ, ഈ അധ്യാപകർക്ക് വലിയ റോളുണ്ട്. അവർ വായിക്കാമെന്നില്ല മാത്രമല്ല. ഈ പി.കെ. മാഷ കാര്യം പറഞ്ഞില്ലേ, ദസ്തേവ്സ്കി എന്നൊരു വാക്കാണ് എന്നെ വഴിതിരിച്ച് ഒരർത്ഥത്തിൽ. എനിക്ക് സാഹിത്യത്തോട് പ്രത്യേകിച്ചൊരു കമ്പുണ്ടാക്കിയത് ആ വാക്കാണ്. അദ്ദേഹത്തിൻ്റെ ആ നറേഷൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ വഴിതെറ്റിക്കാൻ അധ്യാപകർക്ക് പറ്റേണ്ടതുണ്ട്. സ്കൂൾ ലൈബ്രറി ഞാൻ തൃക്കരിപ്പൂർ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പി.കെ. പൊതുവാൾ എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്, ഞങ്ങളുടെ ബയോളജി മാഷ. അദ്ദേഹം ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾക്ക് 13 വയസ്സായ അദ്ദേഹത്തിന് 23-24 വയസ്സ്, 10 വയസ്സേ വ്യത്യാസമുള്ളൂ. അതിസുന്ദരനാണ്, നല്ല കവിള്, പ്രത്യേക തരത്തിലുള്ള മുടി, പിന്നെ നമ്മളൊരു വെസ്റ്റേൺ ലുക്കുള്ള മനുഷ്യനാണ്. അത് മാഷ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പ്രായമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം നമ്മൾ എഴുത്തുകാരെ കാണുമെന്ന് പറഞ്ഞാൽ അന്ന് അത്യത്ഭുതകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ എല്ലായിടത്തും എഴുത്തുകാരുണ്ട്. ഇവിടെ നാട്ടിലങ്ങനെ എഴുത്തുകാരില്ല. ഇദ്ദേഹം എഴുതും. ഇദ്ദേഹം പിന്നെ ഈ കുട്ടികളുടെ മാസികയിലും പിന്നെ ഈ ശാസ്ത്ര കേരളം എന്നൊക്കെ പറയുന്ന ശാസ്ത്രായുധ പരിഷത്ത് വന്നതിന് ശേഷം ശാസ്ത്ര കേരളം, യുറീക്ക, ഈ മാസികയിലും എഴുതും. അപ്പോൾ പി.കെ. പൊതുവാൾ, കുഞ്ഞിക്കണ്ണ മാഷ് എന്നാണ് പേര്, പി.കെ. പൊതുവാൾ എന്നൊരു പേരിൽ എഴുതുക. അപ്പോൾ ഞങ്ങൾ അത്ഭുതം. ഞങ്ങളുടെ മാഷ് പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ലാസ്സിൽ ഒരു 5% മാത്രമേ ക്ലാസ്സിൽ മലയാളം പറയൂ. ഈ വിവർത്തന രീതിയിൽ അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടില്ല. ഗവൺമെൻറ് അങ്ങനെ അനുവദിക്കുന്നില്ല വാസ്തവം പറഞ്ഞാൽ. പക്ഷേ മാഷന്മാർ സൗകര്യത്തിന് വേണ്ടി വിവർത്തനം ചെയ്യും. അതിനെക്കൊണ്ട് ഒരു ഫലമില്ല. അർത്ഥം മനസ്സിലായി തോന്നും, പക്ഷേ കുട്ടികൾക്ക് ഭാഷയിലേക്ക് ഒരു പ്രവേശനം കിട്ടില്ല. പക്ഷേ മാഷ് അങ്ങനെയല്ല. മാത്രമല്ല ബയോളജി പഠിപ്പിക്കുമ്പോൾ അയാൾ മാഷ് പുറം ലോകമായിട്ട് ബന്ധിപ്പിച്ചും മറ്റോ പറയാം. അവിടെ നമ്മൾ സ്കൂളിൽ കണ്ട മരങ്ങൾ, ഒരു അനുഭവം പറയാം. പിന്നെ അദ്ദേഹം ഈ ഈ കോശങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ മൈക്രോസ്കോപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പച്ച ഇറുക്കലുകൊണ്ട് തൻ്റെ ഈ കവിളിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഈ കോശങ്ങൾ തോണ്ടിയെടുത്തിട്ട് ഞങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ മാഷ് ഈ കവിളിൻ്റെ ഉള്ളിൽ ചോര പൊടിഞ്ഞ സംഭവമുണ്ട്. അത്രയും ആത്മാർത്ഥതയുള്ള മനുഷ്യൻ. അതൊന്നും പ്രകടനപരമല്ല, മാഷ് ശാസ്ത്രം എന്നുള്ള വിഷയത്തോട് വലിയ ഇഷ്ടമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കുറിച്ച് പറയാം. ഒരു പ്രകടമായിട്ടുള്ള ഉദാഹരണം പറയാം. ഈ മുടി നരക്കുന്നതിനെക്കുറിച്ച് 9ാം ക്ലാസ്സിൽ മാഷ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വലുതായല്ലോ, 10-14 വയസ്സായില്ലേ, അടിയന്തരാവസ്ഥ കാലം. അപ്പോൾ മൊത്തം അന്തരീക്ഷം മാറി. നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിലെ അടിയന്തരാവസ്ഥയാണ്. പത്രങ്ങളിൽ വാർത്തകൾ വരുന്നില്ല, റേഡിയോയിലൊക്കെ ഒരു തരം പരസ്യം പോലത്തെ വാർത്തകളാണ് വരുന്നത്. പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരെ മർദ്ദിക്കുന്നു, പിന്നെ പ്രകടനമില്ല, മൈക്കില്ല, ജാഥകളില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും രഹസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ പിന്നെ ഈ പ്രത്യേകം തൃക്കരിപ്പൂർ ഈ ജനതാ പാർട്ടിയിൽ നിന്ന് പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അധികാരം ഇല്ലാതാക്കിയ ജനതാ പാർട്ടിയുടെ സോഷ്യലിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരാണ്. ജോർജ് ഫെർണാണ്ടസിനും മറ്റും അനുയായികൾ തൃക്കരിപ്പൂർ. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അത്ര ഇല്ല തൃക്കരിപ്പൂർ ടൗണിൽ. ഇവരാ കൂടുതൽ. അവിടെ അവർ നന്നായി പ്രവർത്തിക്കുന്നവർ KMK കലാസമിതിയൊക്കെ ഉണ്ട്. അത് ഈ ജനതാ പാർട്ടിയുടെ ആൾക്കാരുടെ. അപ്പോൾ ഞങ്ങൾ ഈ ജനതാ പാർട്ടി എന്നുള്ള ഒരു പാർട്ടി രൂപീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നതിൻ്റെ കാര്യം പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇവർ ഈ തൃക്കരിപ്പൂരിൽ ഈ രാഷ്ട്രീയം എന്തല്ല നമ്മുടെ കുട്ടികളാണെങ്കിലും അതൊക്കെ നമുക്ക് അറിയാൻ വഴിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ മാഷ് ഈ 9ാം ക്ലാസ്സിലെ മുടി നരച്ചതിനെ കുറിച്ച് അതല്ലേ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മുടി നരക്കുന്നതിന് ശാസ്ത്രം പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ജമ്പല്ല അവസ്ഥ, അതിന് തുടർച്ച പോലെ മാഷ് പറഞ്ഞു, നിങ്ങൾ ദസ്തേവ്സ്കി എന്ന് കേട്ടിട്ടുണ്ടോ?
അപ്പോൾ ഞങ്ങളാരും കേട്ടില്ല, ഞാനെന്തായാലും കേട്ടില്ല. ഇല്ല സാർ. അപ്പോൾ ഇല്ലാന്നല്ല, ഞങ്ങൾ ഇല്ലാന്ന് മാഷ് ഞങ്ങളെ മുഖത്തുനിന്ന് വായിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ദസ്തേവ്സ്കി ഈ സോവിയറ്റ് അല്ല ഇപ്പോഴത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് വിളിക്കുന്ന പഴയ റഷ്യയിൽ സാർ ചക്രവർത്തിക്കെതിരെ പോരാട്ടം നയിച്ച ഒരാളായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം വലിയ നോവലിസ്റ്റായി. ആകെ നോവലിൻ്റെ പേരൊക്കെ പറഞ്ഞു, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഈ നോവലിൻ്റെ പേരൊക്കെ പിന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ ഈ സാർ ചക്രവർത്തിക്കെതിരെ പോരാടിയത് കൊണ്ട് അദ്ദേഹത്തെയും കൂട്ടാളികൾ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഓരോ പോസ്റ്റിന് അവരെ കെട്ടിയിട്ടു, പറകിൽ കൈയെല്ലാം കെട്ടിയിട്ട് 1 2 3 4 എന്ന് പറയുമ്പോൾ വെടിപൊട്ടും. അപ്പോൾ ഈ 1 2 എന്ന് പറഞ്ഞു, 3 എന്ന് പറഞ്ഞു, 4 എന്നുള്ള പിന്നെ ആ ശബ്ദം വരുന്നതിന് തൊട്ട് മുമ്പേ കൊട്ടാരത്തിൽ നിന്ന് ഒരു കുതിര സവാരിക്കാരൻ സവാരിക്കാരനല്ല, ഒരു ഭടൻ കുതിരപ്പുറത്ത് വന്നിട്ട് ഇവരെ വധശിക്ഷ ഇല്ലാതാക്കി ഇവരെ പിന്നെ നാട് കടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ അത് ആ ഷോക്കിൽ കുറേ ആൾ മരിച്ചുപോയി, രക്ഷപ്പെട്ടു എന്നൊരു ഷോക്കിൽ മരിച്ചുപോയി. ദസ്തേവ്സ്കിയുടെ ചെമ്പ മൂടി നരച്ചുപോയി എന്ന് പറഞ്ഞു. ഈ നര എന്ന് പറയുന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് എന്തോ ഒരു സ്വാതന്ത്ര്യം കൂടുതൽ തോന്നാറുണ്ട്. മാഷല്ല അങ്ങനെ എന്നോട് പ്രത്യേകിച്ച് അടുപ്പൊന്നും കാണിക്കാറില്ല, ചിരിക്കുന്നേ ഉള്ളൂ, എല്ലാവരും കുട്ടികളും ചെയ്യുന്ന പോലെ. പക്ഷേ ഞാൻ ക്ലാസ്സിൽ നിന്ന് മാഷ് പുറത്തിറങ്ങുമ്പോൾ, അന്ന് മാഷ് ഇറങ്ങുമ്പോൾ നമ്മൾ കുട്ടികൾ ഇറങ്ങുമൊന്നുമില്ല, സ്കൂളല്ലേ. പക്ഷേ ഞാൻ എന്തോ ഒരു പ്രേരണ നമ്മൾ പുറത്തിറങ്ങിയിട്ട് മാഷ് ചോദിച്ചു, സർ ദസ്തേവ്സ്കിയുടെ പുസ്തകം വായിക്കാൻ തരുമെന്ന്. ദസ്തേവ്സ്കി എന്ന് എൻ്റെ ഉച്ചാരണം ശരിയായിരിക്കില്ല, എന്താ മാഷ് ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഒരു മലയാള വിവർത്തനം മാഷ് കൊണ്ടു തന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം സീരിയസ് ആയ വായന. പൂർണ്ണമായിട്ട് മനസ്സിലായൊന്നുമില്ല, എങ്കിലും നമ്മൾ സാധാരണ വായിക്കുന്ന ഈ ബാലസാഹിത്യത്തിന് അപ്പുറത്ത് ഒരു ലോകമുണ്ട്, മലയാള നോവലിനപ്പുറത്ത് ഒരു ലോകമുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത് ഈ ബയോളജി മാഷിൻ്റെ ചെറിയ റെഫറൻസ് ഉണ്ടായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ലഭ്യതയിൽ. പിന്നെ ഞാൻ ഏതാണ്ട് സ്വയമൊക്കെ പുസ്തകം പല വായനശാലകളിൽ നിന്നും നമ്മൾ പുസ്തകം ഈ കരുവള്ളൂർ A1 ക്ലബ് ലൈബ്രറി എന്ന് പറയുന്നത്, കരുവള്ളൂർ കുറച്ചും കൂടി സാംസ്കാരികമായിട്ട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. അവിടെയും നല്ല പുസ്തകങ്ങൾ കിട്ടാൻ, മെമ്പർഷിപ്പില്ല എങ്കിലും പുസ്തകം കിട്ടാനുള്ള വഴിയുണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട പണി വായിക്കൽ തന്നെയായിരുന്നു പറയാം. എനിക്ക് പരീക്ഷയ്ക്കൊന്നും കാര്യമായിട്ട് മാർക്ക് കിട്ടിയിട്ടേ ഇല്ല, കാരണം പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കുന്നതിനേക്കാളും മറ്റു കാര്യങ്ങൾ വായിച്ചുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. വലിയ ഫസ്റ്റ് ക്ലാസ്സൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഇപ്പോൾ അവന് പുസ്തകം കിട്ടാൻ ഒരുപാട് ബന്ധങ്ങളിലുണ്ട്. പുസ്തകം കിട്ടാൻ പേടിപ്പോയ പുസ്തകങ്ങൾ ധാരാളമുണ്ട്. ഈ ദസ്തേവ്സ്കിയുടെ മറ്റു പുസ്തകങ്ങൾ തന്നെ, ദസ്തേവ്സ്കി ഒരു പാക്കേജ് പോലെ വായിച്ചു. പിന്നെ ടോൾസ്റ്റോയ് ആണ് ആദ്യം. മാഷ് പിന്നെ പറഞ്ഞു ദസ്തേവ്സ്കി കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ മാഷ് ഒന്നും കൂടി പറഞ്ഞു ദസ്തേവ്സ്കി നോവലുകളെക്കാളും വാസ്തവത്തിൽ നല്ല അദ്ദേഹം ചെറുകഥകളെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ കയ്യിലെ ചെറുകഥയില്ല, അപ്പോൾ ആ ചെറുകഥ എഴുതിയുണ്ട്. അങ്ങനെ ദസ്തേവ്സ്കി ഞാൻ 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അന്നേ നിലക്ക് വായിച്ചിരുന്നു. പിന്നെ വീണ്ടും വായിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ കുട്ടിക്ക് മനസ്സിലാവും, അത്ര ഇൻറ്റൻസിറ്റിയാണ്. ദസ്തേവ്സ്കി തന്നെ വായിച്ചാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ ഒരു അത്രയും തീക്ഷ്ണമായിട്ടുള്ള അനുഭവം. അതിലത്തെ കാലാവസ്ഥ, റഷ്യയിലെ കാലാവസ്ഥയുടെ വർണ്ണനകൾ വായിച്ചാൽ നമുക്ക് ഭയമാവും. അവിടെ നമുക്കിവിടെ കേരളത്തിൽ ഇവിടെ ഈ സുഖകരമായ കാലാവസ്ഥയല്ലേ, ഇവിടെ വലിയ തണുപ്പില്ല അങ്ങനെ. പക്ഷേ അതെല്ലാം കൊടും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഒരു ഭ്രാന്തിൻ്റെ അന്തരീക്ഷം, ശാരീരികമായ പീഡനം, ദാരിദ്ര്യം, ഇതൊക്കെ ചേർന്നിട്ടുള്ള പല സംഗതികളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വളർന്നു വരുന്ന കുട്ടികളല്ലേ അപ്പോൾ നമുക്ക് വല്ലാണ്ട് അപ്പോൾ കലുഷായി പോകും. അങ്ങനെ വായിച്ചുകൂടാ. ദസ്തേവ്സ്കി മാത്രം വായിച്ചാൽ നമുക്ക് നോർമലായി ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു പരീക്ഷ പാസ്സാവാനോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സ്വാധീനം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വായിച്ചില്ല ദസ്തേവ്സ്കി. ഞാൻ പലതരം പുസ്തകങ്ങൾ വായിക്കും, പോർണോഗ്രഫി അടക്കം. അതൊക്കെ വായിക്കുന്നത്, അതൊക്കെ ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്. അല്ലാതെ പോർണോഗ്രഫി എന്നുള്ളത് അശ്ലീല സാഹിത്യത്തിൽ അതിനുള്ള കമ്പം കൊണ്ട് അല്ല. കമ്പയിൽ ഉണ്ടാവുമായിരിക്കും അംശം, പക്ഷേ എല്ലാം വായിക്കണതിൽ താല്പര്യക്കാരനാണ് കാലത്ത്. പിന്നെ അങ്ങനെല്ലാം പോയി. ഇപ്പോൾ പിന്നെ അങ്ങനെയില്ല. അപ്പോൾ പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ തേടിപ്പിടിച്ചിട്ടുണ്ട്. പ്രത്യേക പുസ്തകം ഒന്നും പറയാൻ തോന്നുന്നില്ല. പയ്യന്നൂർ അന്നൂർ, ഞാൻ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നല്ല വായനശാല. പിന്നെ LLA ഞങ്ങൾ വിളിക്കുന്നത് ലോക്കൽ ലൈബ്രറി അതോറിറ്റിയാണ് പയ്യന്നൂർ. ഇപ്പോൾ അതിൻ്റെ പേര് പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി എന്നാണ്. അവിടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തേ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ചില പ്രത്യേക പുസ്തകങ്ങൾ കിട്ടിയിരുന്നു. അന്ന് പ്രശസ്ത പുസ്തകങ്ങളായിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മൾ എന്തായാലും വായിച്ചിരിക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ പോയിട്ട് വായിക്കും. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ ലോക്കൽ ലൈബ്രറി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് മലബാർ ലൈബ്രറി അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ആ കെട്ടിടം നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ അത് നിലനിർത്തുന്നതിന് ഇപ്പോൾ സാധാരണ കെട്ടിടമാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള കെട്ടിടം, ഒരു പ്രത്യേകതയിൽ അത് റിനോവേറ്റ് ചെയ്യേണ്ടിയിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പൊളിച്ചു കളഞ്ഞ് സാധാരണ കെട്ടിടമാക്കി മാറ്റി. ഇപ്പോൾ അത് അന്നൂർ സഞ്ജയൻ സ്മാരക ലൈബ്രറിയാണ്. അത് വളരെ മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ലൈബ്രറിയാണ്. അപ്പോൾ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നതൊക്കെ വളരെ, ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. ഒരു പുസ്തകം 1 മിനിറ്റ് കൊണ്ട് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ MT വാസുദേവൻ നായരുടെ വായനാ ജീവിതത്തെക്കുറിച്ച് മാത്രം മാതൃഭൂമി ആവശ്യപ്പെട്ടതനുസരിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ അങ്ങനത്തെ പുസ്തകമില്ല. കാരണം ഈ ഒരാളുടെ വായനയെക്കുറിച്ച് പുസ്തകം എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇറ്റ് ഈസ് ലൈക്ക് ആസ്കിങ് ദ കളർ ഓഫ് ദ അണ്ടർവെയർ എന്നാണ് പറയുക.
ഒരാളുടെ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ എന്താ അതിൻ്റെ കളർ നമുക്ക് അറിഞ്ഞു, അത് ചോദിക്കാനും പറ്റില്ലല്ലോ. അതേപോലെയാണ് പുസ്തകം, നിങ്ങൾ എന്താ വായിക്കുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എം ടിയുടെ പണ്ട് ഞാൻ ഇൻ്റർവ്യൂ ആയിരുന്നു വായനയെക്കുറിച്ച് മാത്രം. അതിൻ്റെ ആ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചെറിയ ഇങ്ങനെ ചെറുതായിട്ട് പരാമർശിക്കപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഉള്ള അന്വേഷണമൊക്കെ വെച്ചിട്ട് എം ടിയോട് ഈ പുസ്തകത്തിന് വേണ്ടി സംസാരിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് അവസാനമായി പോയി, അവസാനം എടുത്തല്ല. അത് മാധുരി പറഞ്ഞപ്പോൾ ഞാനൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്തിട്ട് 1 മാസം കൊണ്ട് എഴുതിയാണ് പുസ്തകം. പക്ഷേ അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി 5-6 മാസം ഉണ്ടാവും. അങ്ങനെ ഗംഭീരം പുസ്തകമൊന്നുമല്ല, പക്ഷേ അതൊരു മലയാളത്തിൽ തുടക്കം, ഒരു എഴുത്തുകാരൻ്റെ വായനാ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം. അതിപ്പോൾ അത് ഞാനിപ്പോൾ റിട്ടയർ ചെയ്തല്ലോ, അതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അത് 1 മാസം കൊണ്ട് പിന്നെ കൈകൊണ്ട് എഴുതുകയാണ് ചെയ്തത്, കൈകൊണ്ട് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഈ എം ടിയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു അതിന് വഴി, അത് പ്രോസ് ഇതടക്കം ലേഖനങ്ങളടക്കം വായിച്ചു. അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ പണ്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നല്ലോ, കുറച്ച് വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ്, അത് ഈ വിഷയത്തിൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അങ്ങനെ ഈ വായനാ ജീവിതം എന്നുള്ള വാക്ക് അതിന് മുമ്പേ മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കും എല്ലാവരും. രചനാ ജീവിതം എന്നല്ലാതെ വായനാ ജീവിതം എന്ന് നമ്മൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ ഒരു വാക്കാണ്. ഞാൻ അങ്ങനെ ഉറപ്പിക്കുന്നില്ല, മിക്കവാറും മറ്റാരും ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പിന്നെ ഇത് അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ അത് പക്ഷേ നമുക്ക് ആ പുസ്തകം എടുത്ത് വായിക്കാൻ നമുക്ക് ആ പുസ്തകം കിട്ടില്ല. എം ടി എടുത്ത് വലിയ കളക്ഷൻ ഉണ്ട്, അപ്പോൾ അതൊന്നും കിട്ടില്ല. അപ്പോൾ നെറ്റിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനേ പറ്റും. അല്ലാണ്ട് മൊത്തം വായിച്ചിട്ട് അത്ര സമയമില്ല നമുക്ക്. കാരണം മാധുരി ഒരു കട്ട് ഓഫ് ഡേറ്റ് പറയുന്നുണ്ട്, അപ്പോൾ കൊടുക്കണം, അവർക്കും അങ്ങനെ ഉണ്ടാവല്ലോ. അതൊക്കെയാണ് ഞാൻ ശരിക്കും ശാരീരികമായിട്ട് വല്ലാതെ വിഷമിച്ചു അത് എഴുതാൻ വേണ്ടി രാവും പകലും. പിന്നെ അവസാന ദിവസങ്ങളിൽ അവർ ഓരോ അധ്യായം അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവരവിടുന്ന് അതിന് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അവസാനത്തെ 2-3 അധ്യായങ്ങൾ എനിക്ക് എഴുതാൻ സ്വയം പറ്റിയില്ല. ഒരാൾ ഞാൻ വേറൊരാളെ ഈ ഒരു പത്രപ്രവർത്തകനായ സുഹൃത്തിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് വേഗത്തിൽ ഈ പണിയെടുക്കാൻ പറ്റും, ഞാൻ ഡിക്റ്റേറ്റ് കൊടുക്കുകയത്. ശാരീരികമായിട്ട് ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ പുസ്തകം എന്ത് ദൗർബല്യം ഉണ്ടെങ്കിലും അങ്ങനെ പുസ്തകം ഉണ്ടായിരുന്നില്ല, എനിക്ക് ചെറിയ അഭിമാനമുണ്ട്. ഒരു വായനാ ജീവിതത്തിൽ അത് തുടക്കമാണ്. മറ്റ് പലരുടെയും വായനാ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വരാവുന്നതാണ് ആ നിലയ്ക്ക്. അത് 3-4 പതിപ്പൊക്കെ വന്നു ആ പുസ്തകം. അത് സ്കൂൾ ലൈബ്രറികളിലേക്ക് മിക്കവാറും പുസ്തകങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്ന പണ്ടൊക്കെ. ഈ ഫീസ് ഉണ്ടായിരുന്നു, പണ്ട് സ്കൂളിൽ ഫീസ് ഉണ്ടായിരുന്നു. ആ ഫീസിൽ ഈ ലൈബ്രറി ഫീസ് എന്നിട്ട് ചെറിയൊരു പൈസ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് പലപ്പോഴും പണ്ടൊന്നും നല്ല പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറികളിൽ ഉണ്ടാവാറില്ല. സ്വന്തമായിട്ട് പിന്നെ പുസ്തകം മാഷന്മാർ വായിച്ചാൽ കുട്ടികളുടെ സ്വഭാവം ചീത്തയായി പോകുന്ന ഗവൺമെൻറ്റിന് പേടിയുണ്ട്. ഇപ്പോഴും കുറേയൊക്കെ മാറി, ഇപ്പോൾ അങ്ങനെയില്ല. അങ്ങനെ ലൈബ്രറി ഫീസ് ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ PTA ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ ലൈബ്രറികൾക്ക് ഒരു ഉണർവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ വായിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. കുറേ കുട്ടികൾ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അറിയോ, ഈ അധ്യാപകർക്ക് വലിയ റോളുണ്ട്. അവർ വായിക്കാമെന്നില്ല മാത്രമല്ല. ഈ PPK മാഷ കാര്യം പറഞ്ഞില്ലേ, ദസ്തേവ്സ്കി എന്നൊരു വാക്കാണ് എന്നെ വഴിതെറ്റിച്ചത് ഒരർത്ഥത്തിൽ. എനിക്ക് സാഹിത്യത്തോട് പ്രത്യേകിച്ചൊരു കമ്പുണ്ടാക്കിയത് ആ വാക്കാണ്, അദ്ദേഹത്തിൻ്റെ ആ നറേഷൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ വഴിതെറ്റിക്കാൻ അധ്യാപകർക്ക് പറ്റേണ്ടതുണ്ട്. കുട്ടികളെ ഒരു പ്രത്യേക വഴിയിലേക്ക് തെറ്റിക്കാൻ പറ്റേണ്ടതുണ്ട്. അത് ഞാൻ സാഹിത്യം മാത്രമല്ല, ഈ PPK മാഷ പോലെ അധ്യാപകർ ഇപ്പോൾ മാത്തമാറ്റിക്സിന് സൗന്ദര്യത്തിൻ്റെ തലമുണ്ടല്ലോ, എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. അല്ലാതെ സാഹിത്യം ഇമാജിനേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കൽ മാത്രമല്ല, അധിക വായന. ഒരു വലിയ ലോകമുണ്ട്, ടെക്സ്റ്റ് ബുക്കിനും പരീക്ഷയ്ക്ക് അപ്പുറത്ത് വലിയൊരു ലോകം പുറത്തുണ്ട് എന്നുള്ള അറിയിപ്പ് കൊടുക്കൽ അധ്യാപകരുടെ ഒരു കടമയാണ്. അതാണ് വായനയിലേക്ക് നയിക്കൽ, അതാണ് സ്കൂളിൽ വേണ്ടത്. അല്ല പുസ്തകങ്ങളുള്ളതുകൊണ്ടൊന്നും, പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ PTA ഒക്കെ എല്ലാ വർഷവും, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. അത് പതിവാണ്, റിട്ടയർ ചെയ്യുന്ന മാഷന്മാർ കുറച്ച് പുസ്തകം സംഭാവന ചെയ്യും. അപ്പോൾ അതൊക്കെ സ്കൂളിൽ പുസ്തകങ്ങൾക്ക് പഴയ പോലെ ലഭ്യതക്കുറവില്ല. അത് സംവിധാനങ്ങളുണ്ട്. ലൈബ്രറി മുറി, ഞാൻ ജോലി ചെയ്ത സ്കൂളുകളിലൊക്കെ ലൈബ്രറി വേറെ തന്നെ മുറിയും അതിന് ചാർജുള്ള അധ്യാപികയും ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും വായിക്കുന്നവർ ഇതാണ് ക്ലാസ് മുറി എപ്പോഴും ഒരു ഉണർത്തൽ മുറി കൂടിയായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷ, അത് കുട്ടികൾക്ക് പരീക്ഷ ഈ അറിവെന്നില്ല ആ വ്യത്യാസമില്ലാതെ അത് പ്രകടനപരമാവാനും പാടില്ല. മാഷ എൻ്റെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടി ഞാൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ മോശമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ ആലോചിച്ച കാര്യമാണ് ഇതാണ്. പിന്നെ ഞാൻ സാധാരണ നിലയ്ക്ക് വന്നതാണ്, അല്ലാണ്ട് ഇല്ല യാത്രയപ്പോൾ പരിപാടി ഇങ്ങനെ കൊണ്ടാക്കലൊന്നും ഉണ്ടായില്ല. സാധാരണ വരുന്ന പോലെ വന്നു. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, വിഡിതം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ കുട്ടികളെ? കുറേ ഞാൻ ചെറുപ്പത്തിലേ അധ്യാപകനായുള്ള, അപ്പോൾ അത് ഞാൻ ആലോചിച്ച വിഷയം. ആരെങ്കിലും ഉത്തരം പ്രത്യേകിച്ച് കണ്ടെത്താൻ പറ്റും. ഞാൻ സ്വയം ചോദിച്ച ചോദ്യം അതാണ്. കുട്ടികളെ പ്രത്യേക രീതിയിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമുക്ക് കിട്ടുന്ന ശരിയായ പെൻഷൻ, ഒരു ഇമോഷണൽ പെൻഷൻ എന്ന് പറയാം. ബാക്കി പൈസ കിട്ടും, ജീവിക്കാൻ പൈസ വേണമല്ലോ, ആ പൈസക്ക് അത്ര വിലയുള്ളൂ. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്യാപകരെ സ്വയം വായിച്ചിരിക്കണം കുറേ പുസ്തകങ്ങൾ. അതെല്ലാ വിഷയം ഞാൻ പറയും, സ്പോർട്സിൽ പോലും പുതിയ കാര്യങ്ങൾ വായിച്ചിരിക്കണം. ബയോളജി അങ്ങനെ ചില അധ്യാപകരുണ്ട് കേട്ടോ.
ഞാൻ ഉദാഹരണം പറയാം. എന്നെ ഇംഗ്ലീഷിലേക്ക് ഞാൻ ഇംഗ്ലീഷ് മാഷാന്ന് പറഞ്ഞല്ലോ, വഴിതിരിച്ച് ജോൺ മാഷ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം കാഴ്ചയിൽ തന്നെ ഒരു ഷേക്സ്പിയർ കഥാപാത്രത്തെ പോലെയാണ്. മുണ്ട ഉടുക്കുക, ചെറിയ കുടവേറുണ്ട്, കട്ടി മീശ, കഷണ്ടി, ഷേക്സ്പിയറുടെ കഥാപാത്രത്തെ പോലെ ഇരിക്കും. രാജാവല്ലാവാൻ പറ്റിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ പ്രസിദ്ധമായ നോവലിൻ്റെ സംഗ്രഹം ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഉപപാഠ പുസ്തകം നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ 77 SLC പാസ്സായ ആളാണ് അക്കാലത്ത്. അപ്പോൾ അദ്ദേഹം എനിക്ക് അക്കാലത്തൊരു ഡിക്ഷണറി കിട്ടി. എൻ്റെ ഒരു ഏട്ടൻ, അച്ഛൻ്റെ ഒരു മരുമകൻ, അദ്ദേഹം ഒരു ഡിക്ഷണറി സമ്മാനിച്ചു. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ എൻ്റെ പ്രധാന സംഗതി ഡിക്ഷണറി വായിക്കുക. അതെനിക്ക് ഇപ്പോഴും ആ പാഷനുണ്ട്. ഡിക്ഷണറി ഇങ്ങനെ നോവൽ വായിക്കുന്ന പറയാൻ, പ്രത്യേകിച്ച് എറ്റിമോളജി, വാക്കിൻ്റെ നിരുക്തിയില്ലേ, വാക്ക് വന്ന വഴി മനസ്സിലാക്കാനുള്ള എനിക്ക് വലിയ കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ട്വിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ നോക്കി പഠിച്ചിരുന്നു. സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഓഫ് ഇവൻറ്റ്സ് എന്നാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം കട്ടി മീശകളുള്ള മനുഷ്യനാണ്, നല്ല സ്നേഹസമ്പന്നനായ അധ്യാപകനാണ്. പക്ഷേ അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടും കുട്ടികൾ, കാഴ്ച അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് ഇപ്പുറം ഇരിക്കുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ട്. അപ്പോൾ അയാൾ എന്നെക്കാളെ പഠിക്കാനൊക്കെ വിളിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ട്വിസ്റ്റ് എന്നതിൻ്റെ അർത്ഥം ഇതാണ്, ഇതിൻ്റെ അർത്ഥം സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഒരു കുട്ടി മറ്റേ കുട്ടിയോട് സംസാരിക്കുന്നത് അന്നത്തെ സ്റ്റൈലിൽ മാഷന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് തന്നെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. വാട്ട് ഈസ് എ ബിസിനസ് എന്നൊന്ന് ചോദിച്ചു മാഷ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആവുമെങ്കിലും പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടായി. കാരണം അത് സ്കൂൾ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. നമ്മളെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കില്ല അധ്യാപകർ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരച്ചുകൊണ്ട് പറഞ്ഞു ഈ ട്വിസ്റ്റിൻ്റെ മീനിങ് ഇതാണ്. അപ്പോൾ മാഷ് പറഞ്ഞു, കം ടു ദ ബ്ലാക്ക് ബോർഡ് ആൻഡ് റൈറ്റ് എന്ന്. ഞാൻ ബോർഡിൽ മുകളിൽ എഴുതി. അതെന്നെ പേടിയാണ്. ഈ മാഷന്മാർ എഴുതുമ്പോൾ അല്ല, നമുക്ക് ഈ ചോക്ക് നമ്മളെ സാധനമല്ലോ, മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളൊരു ഉപകരണമാണ് ചോക്ക്. അപ്പോൾ വരച്ചുകൊണ്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഓഫ് ഇവൻറ്റ്സ്. അത് അങ്ങനെ അതാ മാഷ് അങ്ങനെ അത് ആ ക്ലാസ്സിന് തന്നെ മാറ്റം ഉണ്ടാക്കി. ഈ ട്വിസ്റ്റ് ഈ ഒലിവർ ട്വിസ്റ്റിൽ ആ പയ്യൻ്റെ ജീവിതത്തിൽ എല്ലാം അപ്രതീക്ഷിത സംഭവങ്ങളാണ്. അത് ഈ നോവലിസ്റ്റ് എങ്ങനെയോ അതെൻ്റെ നിരൂപണത്തിന് കൊടുക്കാം. ഞാൻ പിൽക്കാലത്ത് നിരൂപണത്തിൽ താല്പര്യം എടുക്കുന്നതിൻ്റെ ഒരു ആദ്യ ഉദാഹരണമായിട്ട് എനിക്കെന്നെ തോന്നുന്നതാണ്. നമ്മൾ വാക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള സൂത്രങ്ങളുണ്ടല്ലോ. നമ്മൾ നിരൂപണത്തിൽ പൊതുവെ പറയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവർ പാടില്ല നിരൂപണം. അത് എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള നേട്ടമല്ല, ആ സ്കൂളിൽ അന്തരീക്ഷം മെച്ചമായിരുന്നു. സാധാരണ സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്, പക്ഷേ ഇങ്ങനെയുള്ള മികച്ച അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അധ്യാപകരുടെ ഒരു സന്മനസ്, അവർ കുട്ടികളെ വ്യക്തിപരമായി ശ്രദ്ധിക്കുക, വ്യത്യസ്തരായ കുട്ടികളെ ശ്രദ്ധിക്കുക. അല്ല പഠിപ്പിസ്റ്റുകളെ മാത്രമല്ല, വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളെ. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരു പരീക്ഷക്കല്ല, പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇവർക്ക് കുസൃതിയാണ് നമുക്ക്. പക്ഷേ അതന്നെ അതിൻ്റെ ക്രിയേറ്റീവ് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത്തരം അധ്യാപകരാണ് നമ്മളെ ശരിക്കും സ്വാധീനിക്കുക. ഞാൻ അവരെ അനുകരിക്കാൻ നോക്കാറുണ്ട്. ഞാൻ അധ്യാപകനായിരുന്ന കാലത്ത് അവരനുകരിച്ചിട്ട് അങ്ങനെയുള്ള ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുക, അല്ല പേടിപ്പിച്ചിട്ടല്ല. സ്നേഹത്തിൻ്റെയും ഈ പ്രചോദനത്തിൻ്റെയും അന്തരീക്ഷം ഒരുക്കിയിട്ടാണ് ക്ലാസ് ഡിസിപ്ലിൻ. അല്ലാണ്ട് പേടിപ്പിച്ചിട്ടുള്ള അന്തരീക്ഷം നമ്മൾ വെറുത്ത് കളയും കുട്ടികൾ. പേടിപ്പിക്കരുത്. പേടിപ്പിക്കാൻ എളുപ്പമല്ലേ?